ഹോങ്ങെ ഇപ്പോൾ അവൻ്റെ സാമ്രാജ്യത്തിൽ എത്തിയിരിക്കുന്നു. ഷാവോ എവിടെയാണെന്ന് ഇപ്പോൾ കാണിക്കുന്നില്ല. അവൻ തനിച്ചു നിൽക്കുന്ന സ്ഥലത്തേക്ക് ഷോമിങ് എത്തുന്നുണ്ട്. ഷോമിങ് പതുക്കെ തിരികെ എത്തിയപ്പോഴാണ് ഇവനിങ്ങനെ ജീവനോടെ തിരികെ വന്നിരിക്കുന്നത് കാണുന്നത്. അങ്ങനെ സന്തോഷത്തോടെ തുള്ളിച്ചാടി അവൻ്റെ അടുത്തേക്ക് നിന്ന് അവനെ കെട്ടിപ്പിടിക്കാൻ തുടങ്ങുന്നുണ്ടെങ്കിലും എനിക്ക് ഇപ്പോൾ നിന്നെയല്ല കാണേണ്ടത്, ഷാമുവിനെ പുറത്തു കൊണ്ടുവരാൻ ഹോങ്ങെ അവനോട് പറയുന്നു. ഈ ഷോമിങ്ങിൻ്റെ ഉള്ളിൽ 2 പേരാണുള്ളത്. അതിൽ മറ്റേയാളാണ് ഷാമു. അവനെ കാണാനാണ് ഹോങ്ങെ ആദ്യം ആവശ്യപ്പെട്ടത്. ഷാമിങ്ങിന് പെട്ടെന്ന് അവിടെ നിന്ന് പോകാൻ മനസ്സിലായിരുന്നു. എങ്കിലും ഹോങ്ങയെ നിർബന്ധിക്കുന്നതിനാൽ അവനൊന്ന് തുമ്മിയപ്പോൾ അവൻ്റെ ഉള്ളിൽ നിന്ന് ഷോമു പുറത്തു വരുന്നു. ഷാമിങ്ങിനെ പോലെ എടുത്തു ചാടുന്ന സ്വഭാവക്കാരനല്ല, വളരെ അടക്കം ഒതുക്കമുള്ള പ്രകൃതമാണ്. ഹോങ്ങയെ കണ്ടപ്പോൾ അവൻ സന്തോഷത്തോടെ അവൻ്റെ മുന്നിൽ ബഹുമാനമൊക്കെ കാണിക്കുന്നു. ആ മനുഷ്യ പെൺകുട്ടിയാണ് എന്നെ ഉണർത്തിയതെന്ന് ഹോങ്ങെ ഷാമുവിനോട് പറയുന്നു. ഷാവോ ഈ സമയം അവിടെ ഒരു മുറിക്കുള്ളിൽ തടവിലാക്കിയിരിക്കുകയായിരുന്നു. അവളുടെ ശരീരത്തിൽ കൂടി ഒരു പുഴു ഇഴിഞ്ഞു വരുന്നുണ്ട്. അടുത്തേക്ക് വരരുത്, ഞാൻ നിന്നെ തിന്നും എന്നൊക്കെ ഷാവോ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ഹോങ്ങയും ഷാമുവും കൂടി അങ്ങോട്ടേക്ക് വരുന്നു. അവരെ കണ്ടപ്പോൾ എന്നെ ഒന്നും ചെയ്യരുത്, എന്നെ നിർബന്ധിച്ചാണ് ഈ സ്ഥലത്തേക്ക് കൊണ്ടുവന്നത്, ഞാൻ നിങ്ങളെ ഉപദ്രവിക്കാൻ വന്നതല്ല എന്നൊക്കെ ഷാവോ പറയുന്നുണ്ട്. പക്ഷെ അവൾ പറയുന്നതൊന്നും ആയിരുന്നില്ല ഹോങ്ങെ കേൾക്കുന്നത്. അവളെ കണ്ടപ്പോൾ അവന് തൻ്റെ ലവറായിരുന്ന നിങ്ങാനെയാണ് ഓർമ്മ വരുന്നത്. അവൻ്റെ ലവറായിരുന്നെങ്കിലും അവസാനം അവൾ തന്നെയാണ് അവനെ ചതിച്ച് കൊന്നത് എന്ന് അവൻ്റെ ഈ ഓർമ്മയിൽ നിന്ന് മനസ്സിലാവും. നിങ്ങാനൊരു പ്രിൻസസ് ആണെന്നാണ് തോന്നുന്നത്. അവളുടെ കൊട്ടാരത്തിലേക്ക് വിളിച്ചു വരുത്തി ഈ ഫെയ്യു ഗാർഡ്സിൻ്റെ സഹായത്തോടെ അവനെ തടവിലാക്കി അവൾ കൊല്ലുകയായിരുന്നു. ആ ഓർമ്മകൾ പോലും ഇപ്പോഴും ഹോങ്ങയുടെ കണ്ണുകൾ നനയിക്കുന്നുണ്ട്. പക്ഷെ ഷാവോയ്ക്ക് അതൊന്നും ശ്രദ്ധിക്കാൻ സമയമുണ്ടായിരുന്നില്ല. തൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അവൾ ഷാമുവിനോട് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവൾ ഒരു ഹാഫ് ഡീമനാണ് എന്ന് ഷാമുവിന് മനസ്സിലായി കഴിയുന്നു. പക്ഷേ ഞാനങ്ങനെ ഹാഫ് ഡീമനൊന്നുമല്ല, ഞാനൊരു മനുഷ്യനാണ് എന്നൊക്കെ അവൾ പറയുന്നുണ്ടെങ്കിലും അവനത് വിശ്വസിക്കുന്നില്ല. എൻ്റെ കൂട്ടത്തിൽ അവളുടെ ബാഗിലാണെങ്കിൽ ഡീമൻ ഹണ്ടേഴ്സിൻ്റെ ബാഗിലുള്ള സാധനങ്ങളാണ് ഉള്ളത്. അതുകൊണ്ട് അവളൊരു ഡീമൻ ഹണ്ടറാണ് എന്ന് അവൻ തെറ്റിദ്ധരിക്കുന്നു. അതൊക്കെ പക്ഷേ അവൾ മുമ്പ് ആ നാടകത്തിന് വേണ്ടി ബാഗിൽ കരുതിയിരുന്നതാണല്ലോ, അതെന്ന് പറഞ്ഞിട്ട് അവന് വിശ്വാസമാവുന്നില്ല. അവൻ അവളെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോഴേക്കും ഹോങ്ങെ ഇടപെടുന്നു. അവൻ ഷാവോയുടെ അടുത്തെത്തി അവളുടെ പേരെന്താണ്, നാടെവിടെയാണ് എന്നൊക്കെ അന്വേഷിക്കുന്നു. അവൾ തൻ്റെ പേര് പറയുന്നുണ്ട്. പിന്നെ നേരത്തെ ബിങ്ഷുവിനോട് പറഞ്ഞ അതേ സ്റ്റോറി ഇവനോട് പറയുന്നു. അത് കഴിഞ്ഞിട്ട് സിറ്റിയിൽ വന്നപ്പോൾ സംഭവിച്ചതിനെ കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. അവളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്നാണ് എന്ന് ഹോങ്ങെ ചോദിക്കുന്നു. പക്ഷെ അവൾക്ക് അതറിയാമായിരുന്നില്ല. ഞാൻ ജനിച്ചപ്പോൾ തന്നെ എൻ്റെ അമ്മ മരിച്ചതാണ്. അച്ഛനോട് ചോദിച്ചപ്പോൾ അച്ഛൻ ആകെ അറിയാവുന്നത് ഒരു മഞ്ഞുകാലത്താണ് ഞാൻ ഉണ്ടായതെന്ന് മാത്രമാണ്. ഞാൻ ജനിച്ച സമയത്ത് കാറ്റടിച്ച് മുറിയിലേക്ക് പ്ലമ്മിൻ്റെ പൂക്കളൊക്കെ വന്ന് വീഴുന്നുണ്ടായിരുന്നു എന്ന് മാത്രമേ അച്ഛൻ ഓർമ്മയുള്ളൂ, അല്ലാതെ ഡേറ്റ് ഒന്നും ഓർമ്മയില്ല എന്ന് അവൾ പറയുന്നു. ഹോങ്ങെ അവളുടെ മുഖത്തേക്ക് പിടിച്ചിട്ട് കഴുത്തിൽ എന്തോ ചെക്ക് ചെയ്യുന്നുണ്ട്. അവൻ്റെ ലവറായിരുന്ന നിങ്ങാനെ തിരിച്ചറിയുന്നതിന് വേണ്ടി അവൻ ഒരു പ്ലം പൂവ് അവളുടെ കഴുത്തിൽ മാജിക് കൊണ്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെയ്യുന്നത് കാരണം എത്ര ലൈഫ് കഴിഞ്ഞാലും അവളെ അവൻ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമെന്ന് അവർ തമ്മിൽ പറഞ്ഞുറപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു അടയാളം ഇപ്പോൾ ഷാവോയുടെ കഴുത്തിൽ അവന് കാണാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് ഇത് തൻ്റെ ലവറായ നിങ്ങാനല്ല എന്ന് അവന് മനസ്സിലാവുന്നു. അതുകൊണ്ട് തന്നെ അവൻ നിരാശനായി തിരികെ പോകാൻ തുടങ്ങുന്നുണ്ട്. ഷാമു ആണെങ്കിൽ അവളെ കൊല്ലാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ്. പക്ഷേ ഷാവോ പറഞ്ഞപ്പോൾ ഹോങ്ങെ അവളെ റിലീസ് ചെയ്യുന്നു. അവൾ തൻ്റെ സഞ്ചിയും എടുത്തുകൊണ്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഷാമു വിടുന്നില്ല. അവനങ്ങനെ പിടിക്കുന്ന സമയത്ത് അവളുടെ കഴുത്തിൽ ചെറിയ മുറിവുണ്ടാവുന്നു. അവളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി കുറച്ച് മൈനർ ഡീമൻസിനെ ഏർപ്പാടാക്കിയിട്ട് തന്നോടൊപ്പം വരാൻ ഷാമുവിന് ഓർഡർ നൽകിയിട്ട് ഹോങ്ങെ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് സമയമായിട്ട് ഹോങ്ങയ്ക്കൊപ്പം ഉണ്ടായിരുന്നത് ഷാമു ആയിരുന്നില്ല, ഷോമിങ് ആയിരുന്നു. എപ്പോഴും അവർ ഐഡൻറ്റിറ്റി ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ നിങ്ങാൻ മരിക്കുന്നത് ഷാമു നേരിട്ട് കണ്ടിരുന്നു എന്നൊക്കെ ഷോമിങ് പറയുന്നു. അതിനെക്കുറിച്ച് ചോദിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് ഷാമുവിനെ പുറത്തേക്ക് കൊണ്ടുവരാൻ ഹോങ്ങെ ആവശ്യപ്പെടുന്നു. അങ്ങനെ ഷോമിങ് വീണ്ടും പോയിട്ട് ഷാമു പുറത്തു വരുന്നുണ്ട്. ഞാൻ മരിച്ചതിന് ശേഷം അവിടെ എന്താണ് നടന്നതെന്ന് വിശദമായിട്ട് തന്നോട് പറയാൻ ഹോങ്ങെ ഷാമുവിനോട് ആവശ്യപ്പെടുന്നു. ആ സമയത്ത് ഷാമു നിങ്ങാൻ്റെ കൊട്ടാരത്തിലുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നടന്നത് അവൻ നേരിട്ട് കണ്ടിരുന്നു. എല്ലാവരും അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ അവിടെ ബാക്കിയെടുപ്പുണ്ടായിരുന്ന ഹോങ്ങയുടെ ഡ്രസ്സും കെട്ടിപ്പിടിച്ചിരുന്ന നിങ്ങാൻ പറയുന്നത് അവൻ നേരിട്ട് കണ്ടതാണ്. മാത്രമല്ല തൻ്റെ ലൈഫിൽ എടുത്ത ഏറ്റവും നല്ല തീരുമാനം അവനെ കണ്ടുമുട്ടിയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ആ വാളുപയോഗിച്ച് തന്നെ ആത്മഹത്യ ചെയ്യുന്നത് അവൻ നേരിട്ട് കാണുകയും ചെയ്യുന്നു. എല്ലാവരും പോയ ശേഷം ഹോങ്ങയുടെ ഡ്രസ്സ് അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയി അതുപയോഗിച്ച് അവനെ തിരികെ കൊണ്ടുവരണമെന്നൊക്കെ ആയിരുന്നു ഷാമു കരുതിയിരുന്നത്. പക്ഷേ അവൻ തിരികെ എത്തിയപ്പോഴേക്കും ഈ ഡീമൻസിൻ്റെ സാമ്രാജ്യം ആളുകൾ ആക്രമിച്ച് ആകെ നശിപ്പിച്ചിരുന്ന അവസ്ഥയായിരുന്നു. അതുകൊണ്ട് അവൻ ആ രീതിയിൽ ഹോങ്ങയെ തിരികെ കൊണ്ടുവരാൻ സാധിച്ചില്ല. പിന്നെയാണ് അവൻ്റെ സ്പിരിറ്റിനെ കളക്ട് ചെയ്ത് ആ പുരാതനമായ മരത്തിനുള്ളിൽ സൂക്ഷിച്ചു വെച്ചിരുന്നത്. അന്നത്തെ അവസ്ഥയിൽ അവൻ തിരികെ എത്തുന്നതിന് 300 വർഷങ്ങൾ വേണ്ടി വരുമെന്നായിരുന്നു ഷാമു കണക്ക് കൂട്ടിയിരുന്നത്. ഈ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഡീമൻസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് അവൻ സർവൈവ് ചെയ്ത കുറച്ച് ഡീമൻസിനെയൊക്കെ കൂട്ടി ഇങ്ങനെ മനുഷ്യർ കണ്ടെത്താത്ത ഒരു സ്ഥലത്ത് വന്ന് താമസിക്കാൻ തുടങ്ങിയത്. അവരുടെ ശക്തി കൂട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് ഒക്കെ ഈ കഴിഞ്ഞ കാലയളവിൽ അവൻ നൽകിക്കൊണ്ടിരിക്കുകയുമായിരുന്നു. ഹോങ്ങെ അങ്ങനെ മരണപ്പെട്ടിട്ട് ഇപ്പോൾ വെറും 100 വർഷങ്ങൾ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ഷാവോയുടെ
ബ്ലഡ് കാരണമാണ് അവനിപ്പോൾ ഇങ്ങനെ റിവൈവ് ആയിരിക്കുന്നത്. ഇങ്ങനെ സംഭവിക്കുമെന്ന് ശ്യാമ ഒട്ടും കരുതിയിരുന്നതല്ല. 300 വർഷങ്ങൾ വേണ്ട സ്ഥലത്ത് വെറും 100 വർഷങ്ങൾ കൊണ്ട് തിരികെ വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഹോങ്ങിയുടെ ശക്തിയൊന്നും പൂർണ്ണമായും അവന് തിരികെ കിട്ടിയിട്ടില്ല. അതാണ് ഷാമുവിനെ ഏറ്റവും ആശങ്കപ്പെടുത്തുന്നത്. അവൻ്റെ ശക്തി തിരികെ കിട്ടണമെങ്കിൽ അവൻ ഡെയിലി കൾട്ടിവേഷൻ ചെയ്താലേ പറ്റുകയുള്ളൂ. അവിടെ ഇരുന്ന് പതുക്കെ റിക്കവർ ആവാൻ ഷാമു പറഞ്ഞെങ്കിലും എൻ്റെ ശക്തി പൂർണ്ണമായും പെട്ടെന്ന് തിരികെ കിട്ടാനുള്ള ഒരേ ഒരു വഴി യൂലി സ്പ്രിംഗ് കണ്ടെത്തി അവിടുത്തെ വെള്ളം കുടിക്കുകയാണ്. മനുഷ്യരാരെങ്കിലും കണ്ടെത്തുന്നതിന് മുമ്പ് എനിക്കത് കണ്ടെത്തണമെന്ന് ഹോങ്ങിയെ പറയുന്നു. പക്ഷേ അങ്ങോട്ടേക്കുള്ള വഴി കാണണമെങ്കിൽ കുൻലുൻ മിറർ വേണമല്ലോ. ആ മിറർ ഇവരുടെ വിവാഹ ദിവസം നശിച്ചു പോയതാണ്. അതിൻ്റെ പൊട്ടിപ്പോയ കഷ്ണങ്ങൾ പല ഭാഗങ്ങളിലായി തെറിച്ചു പോയി വീഴുകയും ചെയ്തു. അതൊന്നും കണ്ടെത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല. ഇപ്പോഴത്തെ അവൻ്റെ കണ്ടീഷനിൽ അവൻ ആ മിറർ അന്വേഷിച്ച് ഇവിടെ നിന്ന് പോവുകയാണെങ്കിൽ പല ഭാഗത്തു നിന്നും ആക്രമണം നേരിടേണ്ടി വരും. അവൻ അപ്രത്യക്ഷമായതുപോലെ തന്നെ ആ ഡ്രീം ദേവതയും എങ്ങനെയോ അപ്രത്യക്ഷമായതായിരുന്നു. ഇപ്പോൾ അവർ വീണ്ടും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്ന സ്ഥിതിക്ക് അവനും അപകടമുണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സൂക്ഷിക്കണം എന്നൊക്കെ ഷാമു പറയുന്നു. അപ്പോഴേക്കും മറ്റൊരു ഡീമൻ അങ്ങോട്ടേക്ക് ഓടി വന്നിട്ട് ഷാമു അവിടെ നിന്ന് രക്ഷപ്പെട്ടതായി പറയുന്നു. ബാത്റൂമിൽ പോകണമെന്ന് പറഞ്ഞ് അവൾ ബഹളം വെച്ചപ്പോൾ അവർ അവളെ സ്വതന്ത്രമാക്കിയതായിരുന്നു. ആ ഗ്യാപ്പിൽ അവൾ എസ്കേപ്പ് ആവുകയായിരുന്നു. ഷാവോ ഈ സമയം അവിടെ നിന്ന് രക്ഷപ്പെട്ട് മറ്റൊരു സ്ഥലത്തെത്തി മുന്നോട്ട് പോകാനുള്ള വഴി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവളുടെ ബാഗ് താഴെ ഇട്ടിട്ട് ഒരു മരത്തിൽ നിന്ന് ചാടി താഴേക്ക് ഇറങ്ങിയപ്പോഴേക്കും അവളുടെ ബാഗ് ആരോ വലിച്ചെടുത്തുകൊണ്ട് പോകുന്നു. അങ്ങനെ അതിൻ്റെ പിന്നാലെ ചെന്നപ്പോൾ ഒരു കുഞ്ഞു ഡീമനെ അവൾക്ക് കാണാൻ സാധിക്കുന്നു. അവൾ കൗതുകത്തോടെ അതിനോട് തൻ്റെ ബാഗ് തിരികെ കൊണ്ടുവരാൻ പറയുന്നുണ്ട്. പക്ഷേ അവൾ പറയുന്നത് കേൾക്കാത്തതുപോലെ അത് മുന്നോട്ട് പോകുന്നു. അവൾ അതിനെ ഫോളോ ചെയ്യാൻ തുടങ്ങുന്നു. അതിനെ ഫോളോ ചെയ്ത് നിന്ന അവൾ അവളുടെ താമസ സ്ഥലം കണ്ടുപിടിക്കുന്നുണ്ട്. അവിടെ അതേപോലെയുള്ള കുഞ്ഞു ഡീമൻസ് കുറേ അധികം ഉണ്ടായിരുന്നു. ഷാവോയ്ക്ക് ഇതുങ്ങളെ ശരിക്കും ഇഷ്ടപ്പെടുന്നുണ്ട്. അവളുടെ ബാഗ് അവിടെ ഉണ്ടായിരുന്ന ഒരു ചെറിയ കമ്പിൽ തൂക്കിയിട്ടിരിക്കുന്നത് അവൾ കാണുന്നു. അതെടുക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ പക്ഷേ ഇവരുടെ വീടും അവിടെ ഉണ്ടായിരുന്ന ചെറിയൊരു ബ്രിഡ്ജുമൊക്കെ നശിച്ചു പോകുന്നുണ്ട്. അതോടെ ഈ കുഞ്ഞു ഡീമൻസ് എല്ലാം കൂടി കയ്യിൽ കിട്ടിയ കമ്പും കോലുമൊക്കെ അവൾക്ക് നേരെ എറിഞ്ഞ് ആകെ ബഹളം വയ്ക്കാൻ തുടങ്ങുന്നു. ഞാൻ അബദ്ധത്തിൽ ചെയ്തു പോയതാണ് എന്നൊക്കെ പറഞ്ഞ് സോറി പറഞ്ഞുകൊണ്ട് അവളത് റിപ്പയർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൾക്ക് പറ്റുന്നില്ല. നിങ്ങൾ തന്നെ റിപ്പയർ ചെയ്താൽ മതി, നിങ്ങളല്ലേ എൻ്റെ ബാഗ് ആദ്യം തട്ടിപ്പടിച്ചുകൊണ്ട് പോയത്, അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് പറഞ്ഞ് ഷാവോ തൻ്റെ ബാഗും എടുത്തുകൊണ്ട് അവിടെ നിന്ന് എസ്കേപ്പ് ആവാൻ ശ്രമിക്കുന്നു. പക്ഷേ ഈ കുഞ്ഞു ഡീമൻസ് എല്ലാം കൂടി ഒരുമിച്ച് കൂടി ഒരു ബോൾ പോലെ ആയിട്ട് ഇവളെ അറ്റാക്ക് ചെയ്യാനായി ഇവൾക്ക് പിന്നാലെ ചെല്ലാൻ തുടങ്ങുന്നു. മറ്റേ ഗെയിമിൽ പാക്മാൻ ഓടിക്കുന്നത് പോലെ ഈ ബോള് ഇവളായിട്ട് ഓടിക്കാൻ തുടങ്ങുന്നു. പക്ഷെ കുറേ ഓടി വന്നപ്പോൾ ഒരു കൂർത്ത പാറപ്പുറത്ത് വന്ന് തട്ടി ഇതെല്ലാം കൂടി ചിന്നി ചിതറി പോകുന്നുണ്ട്. അങ്ങനെ ഷാവോ തൽക്കാലം രക്ഷപ്പെടുന്നു. നേരത്തെ രക്ഷപ്പെട്ട് ഓടാൻ ശ്രമിക്കുന്നതിനിടയിൽ അവൾ സഞ്ചിയിലുണ്ടായിരുന്ന കുറച്ച് താലിസ്മാൻ ഇവർക്ക് നേരെ വലിച്ചെറിഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിക്കും അത് ഡ്യൂപ്ലിക്കേറ്റ് ആയതുകൊണ്ട് അതിന് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇങ്ങനെ വീണ ഈ താലിസ്മാനിൽ ഒരെണ്ണം ഇവൾ പോയ ശേഷം ഒരു കാക്ക കൊത്തിയെടുത്തുകൊണ്ട് പോയി ആർക്കോ നൽകുന്നുണ്ട്. അയാളത് നശിപ്പിച്ചു കളയുന്നത് കാണാം. ഹോങ്ങിയെ ഷാമിങ്ങിനൊപ്പം ഷാവോയെ അന്വേഷിക്കുകയായിരുന്നു. ഈ സമയം അവളുടെ കഴിവ് വെച്ചിട്ട് അവൾ എന്തായാലും ഡീമൻസിൻ്റെ ബാരിയറൊന്നും കടന്ന് പോകാൻ സാധ്യതയില്ലെന്ന് ഷാമിങ് പറയുന്നു. പക്ഷെ അവളുടെ കഴിവ് വെച്ചിട്ട് മറ്റേതെങ്കിലും ഡീമൻസ് അവളെ ആക്രമിക്കുകയാണെങ്കിൽ അവൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഹോങ്ങിയുടെ ടെൻഷൻ. എന്തായാലും അവളെ കണ്ടുപിടിക്കാൻ വേണ്ടി വേറെ കുറേ ഡീമൻസിനെ കൂടിയൊക്കെ അവൻ വിളിക്കുന്നുണ്ട്. ഷാവോ ഈ സമയം ഒരു റിവറിന് മുന്നിലെത്തുന്നു. അത് ബാരിയറാണ് എന്ന് കരുതി സന്തോഷത്തോടെ അവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമെന്ന് കരുതി അവൾ ആ റിവറിലേക്ക് ചാടുന്നുണ്ട്. ആ സൈഡിൽ അവിടെ തിരിപ്പുണ്ടായിരുന്ന ഒരു തവളയെ നോക്കിയിട്ട് ഇനി കാണുന്നത് വരെ ബൈ ബൈ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവൾ ഈ വെള്ളത്തിലേക്ക് ചാടിയത്. പക്ഷെ ഒന്ന് മുങ്ങിപ്പൊങ്ങിയപ്പോഴും അതേ തവള അവിടെ ഇരിക്കുന്നത് കണ്ടപ്പോഴാണ് സ്ഥലം മാറിയിട്ടില്ല എന്ന് അവൾക്ക് മനസ്സിലാവുന്നത്. അതുകൊണ്ട് അവൾ ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കുന്നു. പക്ഷേ വീണ്ടും പൊങ്ങിയപ്പോഴും അതേ തവളയെ തന്നെ അവിടെ കാണുന്നു. ഇതെന്താണൊന്നും സംഭവിക്കാത്തതെന്ന് അവൾ അമ്പരന്ന് ചുറ്റും നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് ഒരു കറുത്ത രൂപം അവൾക്കരികിലേക്ക് വന്നിട്ട് ചുഴലിക്കാറ്റ് പോലെ അവളെ പൊക്കിയെടുത്തുകൊണ്ട് പോയത്. ഹെയ്വു എന്ന ഡീമനായിരുന്നു അത്. നേരത്തെ ആ കാക്ക താലിസ്മാൻ കൊണ്ട് കൊടുത്തത് അയാൾക്കായിരുന്നു. ഇവൾ മനുഷ്യനാണ് എന്ന് കരുതി അയാൾ അവളെ കൊല്ലാൻ തുടങ്ങുകയാണ്. അപ്പോഴേക്കും ഷോമിങ്ങും ഹോങ്ങിയും അവിടെ എത്തുന്നുണ്ട്. ഷോമിങ് ഹെയ്വുവിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ടെങ്കിലും അയാൾക്ക് അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും സംഭവിക്കുന്നില്ല. മാത്രമല്ല ഷാവോയെ കൊല്ലാനായി അടുത്തുള്ള ഒരു പാറക്കെട്ടിലേക്ക് അയാൾ വലിച്ചെറിയുകയും ചെയ്യുന്നു. പക്ഷെ അവൾ അവിടെ ചെന്നിരിക്കുന്നതിന് മുമ്പ് ഹോങ്ങിയെ അവളെ രക്ഷപ്പെടുത്തുന്നുണ്ട്. ഹെയ്വുവും ഷാമിങ്ങും തമ്മിൽ ഇപ്പോഴും ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഹെയ്വുവിൻ്റെ അസിസ്റ്റൻറ്റും അങ്ങോട്ട് അയാളുടെ സപ്പോർട്ടിനായി എത്തുന്നു. അപ്പോഴേക്കും ഹോങ്ങി ഇടപെടുന്നുണ്ട്. അവനെ കണ്ടതോടെ ഹെയ്വു തൽക്കാലം നിർത്തുന്നു. അവൻ തിരിച്ചു വന്നത് ഹെയ്വു ഇപ്പോഴാണ് അറിയുന്നത്. ഹോങ്ങിയെ മരിക്കുന്നതിന് മുമ്പ് ഈ ഹെയ്വുവിനെ അവൻ്റെ ദുഷ്പ്രവൃത്തികൾ കാരണം ഒരു ഗുഹയിൽ അടച്ചിട്ട് അവിടെ കൾട്ടിവേഷൻ ചെയ്യാനായി പറഞ്ഞിരുന്നതാണ്. പിന്നെ എന്തിനാണ് അവിടെ നിന്ന് പുറത്തു വന്നതെന്ന് ഹോങ്ങി അവനോട് ചോദിക്കുന്നു. അവൻ്റെ അഭാവത്തിൽ ഇവിടെ ഡീമൻസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ആരുമില്ലാത്തതുകൊണ്ട് താൻ സ്വന്തമായിട്ട് ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തതാണ് എന്ന് ഹെയ്വു പറയുന്നു. ഇനിയിപ്പോൾ ഞാൻ തിരിച്ചു വന്നതുകൊണ്ട് നീ ആ ഉത്തരവാദിത്തം ഏൽക്കണ്ട, ഞാൻ തന്നെ ഡീമൻസിനെ പ്രൊട്ടക്റ്റ് ചെയ്തോളാമെന്ന് ഹോങ്ങിയെ പറയുന്നുണ്ട്. എന്നിട്ട് ഷാവോയും കുട്ടി അവിടെ നിന്ന് പോകാൻ തുടങ്ങുന്നു. പക്ഷേ ഷാവോ ഒരു മനുഷ്യനാണ്, ഡീമൻസിനെ അറ്റാക്ക് ചെയ്യാനാണ് അവൾ വന്നിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ്
ഹേവു പിന്നെയും അവളെ അറ്റാക്ക് ചെയ്യാനായി തുടങ്ങുന്നുണ്ട്. ഹോങ്ങെ അവളെ പ്രൊട്ടക്റ്റ് ചെയ്ത് ഇവിടെ ഞാൻ എന്ത് ചെയ്യണമെന്ന് നീ പറയേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് അയാളെ എതിർക്കുകയും ചെയ്യുന്നു. പക്ഷേ അവൻ വേണ്ടവണ്ണം പ്രവർത്തിച്ചില്ലെങ്കിൽ ഡീമൻസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി താൻ ആക്ട് ചെയ്യും എന്ന് പറഞ്ഞ് അവനെ എതിർത്തുകൊണ്ട് തന്നെ ഹേവു പിന്നെയും അവനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുന്നു. പക്ഷേ ഹോങ്ങെ അത് ശക്തമായി തന്നെ എതിർക്കുന്നുണ്ട്. അവൻ ഇത്രത്തോളം ശക്തി പ്രയോഗിക്കുമെന്ന് ഹേവു ഒട്ടും പ്രതീക്ഷിച്ചിരുന്നതല്ല. അങ്ങനെ ഹേവുവിന് പരാജയം സമ്മതിക്കേണ്ടി വരുന്നു. നീ പറഞ്ഞ വലിയ കാര്യം യൂലി സ്പ്രിംഗ് കണ്ടെത്തുന്നതല്ലേ, അത് ഞാൻ തന്നെ നടത്തിക്കോളാം. അതിനുശേഷം ഇവിടെയുള്ള ഡീമൻസിനെയെല്ലാം പൂർണ്ണശക്തന്മാരാക്കിക്കോളാം. അതിന് നിന്റെ സഹായം ആവശ്യമില്ല. നിനക്ക് എന്തെങ്കിലും ദുരുദ്ദേശമുണ്ടെങ്കിൽ എൻ്റെ ശരിക്കുള്ള സ്വഭാവം എന്താണെന്ന് നീ അറിയേണ്ടി വരും എന്നൊരു ഭീഷണി പോലെ പറഞ്ഞിട്ട് ഹോങ്ങെ അവിടെ നിന്ന് പോകുന്നു. ഷാവോ പക്ഷേ അവനെ ഫോളോ ചെയ്യാതെ അവിടെ തന്നെ നിൽക്കുകയാണ്. നിനക്ക് ഇനിയും ഇവിടെ തന്നെ നിൽക്കാനാണോ താല്പര്യമെന്ന് ഹോങ്ങയെ വിളിച്ചു ചോദിച്ചപ്പോൾ അവൾ അവന് പിന്നാലെ ചെല്ലുന്നു. ഹേവുവിന് നന്നായി പരിക്കേറ്റെങ്കിലും അവൻ ഇതുവരെ അത് പുറത്ത് കാണിക്കാതെ നിൽക്കുകയായിരുന്നു. ഹോങ്ങെ പോയി കഴിഞ്ഞപ്പോൾ അവൻ ബ്ലഡ് വോമിറ്റ് ചെയ്യുന്നു. അവൻ്റെ അസിസ്റ്റൻ്റ് ആയിട്ടുള്ള വുഹാൻ അടുത്തേക്ക് നിന്ന് അവനെ താങ്ങി പിടിക്കാൻ തുടങ്ങുന്നുണ്ടെങ്കിലും അയാൾ സമ്മതിക്കുന്നില്ല. ഹോങ്ങയ്ക്ക് ഇപ്പോൾ നന്നായി പരിക്കേറ്റിരുന്നു. എന്നിട്ടും അവൻ എങ്ങനെയാണ് ഇങ്ങനെ പിടിച്ചെടുക്കാൻ സാധിക്കുന്നതെന്ന് അവർക്ക് രണ്ടുപേർക്കും മനസ്സിലാവുന്നില്ല. തങ്ങൾക്കറിയാത്ത എന്തോ ഒരു ശക്തി ഹോങ്ങയുടെ ഉള്ളിലുണ്ട് എന്ന് മാത്രം ഹേവു പറയുന്നുണ്ട്. ഹോങ്ങയ്ക്ക് പരിക്ക് പറ്റിയെങ്കിലും അവനത് പുറത്ത് കാണിക്കാതെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ കുറച്ച് മുന്നോട്ട് ചെന്നപ്പോൾ അവനും എന്തോ ഒരു ക്ഷീണം അനുഭവപ്പെടുന്നു. ഷാവോയുടെ മുന്നിൽ അവനത് കാണിക്കുന്നില്ലെന്ന് മാത്രം. കുറച്ച് മുന്നോട്ട് ചെന്നപ്പോൾ ഷാവിങ് പിന്നെ അവരെ ഫോളോ ചെയ്യുന്നില്ല. ഷാവോ ഹോങ്ങയുടെ പിന്നാലെ തന്നെ ചെല്ലുന്നുണ്ട്. തനിച്ചായി കഴിഞ്ഞപ്പോൾ അവൻ അവളെ അടുത്തേക്ക് വലിച്ചടുപ്പിക്കുന്നു. അവൻ തന്നെ ഉപദ്രവിക്കാൻ പോവുകയാണ് എന്നാണ് ഷാവു കരുതിയത്. അതുകൊണ്ട് എന്നെ വിറ്റില്ലെങ്കിൽ ഞാൻ തിരിച്ച് പ്രതികരിക്കും എന്നൊക്കെ അവൾ വിളിച്ച് പറയുന്നു. നീ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് അവൻ ചോദിച്ചപ്പോൾ അവൾ കിസ് ചെയ്യാനെന്നോണം മുന്നോട്ട് ചെല്ലുന്നുണ്ട്. അങ്ങനെ ഹോങ്ങെ അവളെ വിട്ടിട്ട് കുറച്ച് ദൂരെ പോയി നിൽക്കുന്നു. ഷാവോ അവിടെ നിന്ന് തിരികെ പോകാനും തുടങ്ങുന്നുണ്ട്. പക്ഷേ ഒരു ഡീമനായിട്ടുള്ള അവൾ ഈ ഡീമനിക് ആർട്സ് ഒന്നും അറിയാതെ മനുഷ്യരുടെ ഇടയിൽ പോയാൽ താമസിച്ചാൽ എങ്ങനെ സർവൈവ് ചെയ്യാനാണ് എന്നവൻ ചോദിക്കുന്നുണ്ട്. ഞാൻ ഡീമനല്ല, ഞാൻ മനുഷ്യനാണ്. ഇത്രയും കാലം ഞാൻ മനുഷ്യരുടെ ഇടയിൽ തന്നെയാണ് താമസിച്ചത്. എന്നിട്ട് എനിക്കൊന്നും പറ്റിയില്ലല്ലോ, പിന്നെ ഇപ്പോഴെന്താണ് ഒരു പ്രത്യേകത എന്നൊക്കെ ഷാവോ തിരിച്ചും ചോദിക്കുന്നു. നീ മനുഷ്യനല്ല, നീ ഒരു ഡീമൻ ആയതുകൊണ്ടാണ് നിനക്ക് എന്നെ ഉണർത്താൻ സാധിച്ചത്. നിന്റെ ശരീരത്തിൽ ഓടുന്നത് ഡീമനിക് ബ്ലഡാണ്. അതുകൊണ്ട് മാത്രമാണ് നിന്നെ ഞാൻ ഇത്രയും ദിവസം ജീവനോടെ വെച്ചിരുന്നത് എന്നൊക്കെ ഹോങ്ങെ പറയുന്നു. പക്ഷെ ഷാവോ അത് സമ്മതിച്ചു കൊടുക്കുന്നില്ല. ഞാൻ ഡീമനല്ല, ഞാനൊരു മനുഷ്യനാണ്. എന്നെ എൻ്റെ അമ്മ പ്രസവിച്ചതാണ്. ഡീമൻസ് മനുഷ്യരെ തിന്നാറുണ്ട്, പക്ഷെ ഞാൻ അങ്ങനെ മനുഷ്യരെ തിന്നാറില്ല എന്നൊക്കെ അവൾ വിളിച്ച് പറയുന്നുണ്ട്. അവൾ ഈ പറഞ്ഞത് കേട്ടപ്പോൾ ഹോങ്ങയ്ക്ക് ഓർമ്മ വന്നത് നിങ്ങാനെയാണ്. കാരണം മുമ്പ് ഒരു തവണ ഡീമൻസ് മനുഷ്യരെ തിന്നാറുണ്ട്, പക്ഷെ നീ മനുഷ്യരെ തിന്നാറില്ലല്ലോ എന്ന് അവൾ അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് കേട്ടപ്പോൾ അവൻ പെട്ടെന്ന് ട്രിഗേർഡായിട്ട് അവളെ അടുത്തേക്ക് പിടിച്ച് വലിച്ച് കഴുത്തിന് ഞെക്കി പിടിച്ച് നീ ഇപ്പോൾ പറഞ്ഞത് ഒന്നുകൂടെ പറയാൻ ആവശ്യപ്പെടുന്നു. ഷാവോയ്ക്കാണെങ്കിൽ ശ്വാസം മുട്ടുന്നുണ്ട്. അങ്ങനെ അവൾ തലയിൽ കുത്തിയിരുന്ന ഹെയർ പിൻ ഊരി അവൻ്റെ നെഞ്ചിൽ തന്നെ കുത്തുന്നു. ആ കുത്തു കണ്ടപ്പോഴും ഹോങ്ങയ്ക്ക് ഓർമ്മ വന്നത് നിങ്ങാൻ തൻ്റെ നെഞ്ചിൽ കുത്തി തന്നെ കൊന്നതാണ്. ആ ഓർമ്മകളൊക്കെ മനസ്സിലേക്ക് വന്ന് ആകെ പ്രഷർ കയറി അവൻ അവളെ ഞെക്കി കൊല്ലേണ്ടതായിരുന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞ് ഒരു തുള്ളി കണ്ണീർ അവൻ്റെ കയ്യിലേക്ക് വീണപ്പോഴാണ് അവന് സ്ഥലകാലബോധം വരുന്നത്. അങ്ങനെ അവനവളുടെ കഴുത്തിലെ പിടിവിടുന്നു. ഷാവോ ജീവനം കൊണ്ട് പിടങ്ങി മാറി കുറച്ച് ദൂരെ പോയി നിൽക്കുന്നുണ്ട്. ഇന്നു മുതൽ നീ ഈ ഡീമനിക് വാലി വിട്ട് പോകാൻ പാടില്ല. അതിന് നീ ശ്രമിച്ചാൽ പിന്നെ നീ ജീവനോടെ ഉണ്ടാവില്ല എന്നൊരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള വാണിംഗ് അവൻ ഈ സമയത്ത് അവൾക്ക് നൽകുന്നുണ്ട്. അതോടെ ഷാമിങ് അവിടേക്ക് വന്ന് അവളെ തടവിലാക്കാനായി കൂട്ടിക്കൊണ്ടു പോകാൻ തുടങ്ങുന്നു. ഈ സമയത്ത് ഹോങ്ങയെ ബ്ലഡ് വോമിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും ഷാവോയും ബോധം നഷ്ടപ്പെട്ട് അവിടെ വീഴുന്നു. ഷാമിങ്ങിന് ഹോങ്ങയുടെ കണ്ടീഷൻ കണ്ട് പേടിയാവുന്നുണ്ട്. പക്ഷെ പേടിക്കാനൊന്നുമില്ല. കുറച്ച് മുമ്പ് ഹേവുമായിട്ട് ഫൈറ്റ് ചെയ്ത സമയത്ത് ചെറിയൊരു ഇഞ്ചുറി ഉണ്ടായിരുന്നു. അതിൻ്റെ റിയാക്ഷനാണ് എന്ന് അവൻ പറയുന്നു.